ഹലോ വെൽക്കം ടു ലിമീസ് കൾനറി വേൾഡ്. ഞാനൊരു ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനകത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് ചോക്ലേറ്റ് വർക്കിങ്സിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു 3 സബ്ജക്റ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കുറച്ച് റോസ് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിയായിട്ട് വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഐസിങ് ബാഗ് ഉണ്ടാക്കണമെന്നും, പിന്നെ ഹാർഡ് ഐസിങ് വെച്ചിട്ട് ചെറിയൊരു ലെറ്റർ റൈറ്റിംഗ്. ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലെന്ന് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കുറച്ച് റോസ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പെറ്റൽ നോസിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ കർവച്ച ചോക്ലേറ്റ് വെച്ചിട്ടാണ് റോസ് പെറ്റൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ഫെറാറോ റോച്ചറിൻ്റെ വീഡിയോയിൽ നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ലേ യൂസ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, പെർസെൻറ്റേജ് ഓഫ് കോക്കോ എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെ ഇപ്പോൾ ഇത് 46.5%. ഇത് എത്ര കോക്കോ അടങ്ങിയെന്നുള്ള പെർസെൻറ്റേജ് നമ്മുടെ ബ്ലോക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് കോക്കോ മാസ്, കോക്കോ ബട്ടറൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഇതാണ് ഹെൽത്ത് വൈസ് നല്ലത്. വെയിങ് സ്കെയിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറയാം. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന 1/2 കിലോൻ്റെ അല്ലെങ്കിൽ 1 കിലോൻ്റെ ബാസായിട്ട്, ഇത് 1 കിലോൻ്റെ ബാസാണ്. ഇതൊരു 5 ബ്ലോക്സ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു ബ്ലോക്ക് 200 ഗ്രാം. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 100 ഗ്രാം, അതിൻ്റെ വീണ്ടും പകുതിയാക്കുമ്പോൾ 50 ഗ്രാം. ആ രീതിയിൽ നമുക്ക് വെയിങ് സ്കെയിൽ ഇല്ലാത്തവർക്ക് എടുക്കാം. ഞാനിതിവിടെ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഗനാഷ് ചെയ്യാൻ 100 ഗ്രാം ചോക്ലേറ്റിന് 50 ml ഫ്രഷ് ക്രീം എന്ന രീതിയിൽ എടുത്തിട്ട് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വേണം വെക്കാനായിട്ട്. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പാനിൽ ചേർത്തിട്ട് ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് ഒന്ന് തിളയ്ക്കണ ഒന്ന് ബബിൾസ് വന്നാൽ മതി, നന്നായിട്ട് ചൂടായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ ചോക്ലേറ്റിനെ ഈ ഫ്രഷ് ക്രീം വെച്ചിട്ട് ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്ത് അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ എല്ലാ ചോക്ലേറ്റും മെൽട്ടായി ഉണ്ടാവും. ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി, അതിനകത്ത് ലംസ് കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടു. ഒന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുത്താൽ മതി. ഇത് പൈപ്പിംഗ് കൺസിസ്റ്റൻസി അല്ല. ഈ സ്റ്റേജിൽ നമുക്ക് പൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ തണുപ്പിക്കണം. ആ പൈപ്പിംഗ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. അത് നോർമലി അത് അങ്ങനെ തന്നെ ഇരുന്നാവും. നമുക്ക് തിരക്കുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്നായി കിട്ടുമേ. പൈപ്പ് ചെയ്യുന്ന ഫ്ലവർ ഡയറക്റ്റ്ലി നമ്മൾ കേക്കിലേക്കല്ല പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ബട്ടർ പേപ്പർ അതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലവർ നെയിലും വേണം. ഇത് ബേക്കിംഗ് ടൂൾസ് മേടിക്കുന്ന കടയിൽ കിട്ടും ഈ ഫ്ലവർ നെയിൽ. പിന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗും വേണം. പിന്നെ അതിന് പെറ്റലിൻ്റെ ഒരു നോസിലും വേണം. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് നമുക്ക് നോസിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്യാം താഴേക്ക്. എന്നിട്ടൊന്ന് അതിൻ്റെ ടിപ്പ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ നോസിൽ പുറത്ത് വരുന്ന രീതിയിൽ ഒരുപാട് വലിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നോസിൽ കംപ്ലീറ്റ് ഇറങ്ങിപ്പോരും. അത് വേണ്ട. ആ നോസിലിൻ്റെ തുമ്പ് മാത്രം പുറത്ത് വരുന്ന രീതിയിൽ 1 ഇഞ്ച് വരെ കട്ട് ചെയ്ത് കൊടുക്കാം തുമ്പത്തുനിന്ന്. പൈപ്പിംഗ് ബാഗിൽ നിറച്ച് നമ്മൾ ചെയ്യണ പോലെ തന്നെ ചോക്ലേറ്റ് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്തേക്ക് നീക്കി നമ്മൾ പൈപ്പിംഗ് നെയിലുണ്ടല്ലോ, നെയിലിൽ ഒരു ഇച്ചിരി ചോക്ലേറ്റ് ഒന്ന് പറ്റിയിട്ട് അത് ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ നോസിലിൻ്റെ വണ്ണമുള്ള വശം താഴെയും വണ്ണം കുറഞ്ഞ ഭാഗം മുകളിലുമായിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ഫ്ലവർ അവിടെ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ, ആ ഷേപ്പും വരുള്ളൂ. മുകളിൽ വണ്ണം കുറഞ്ഞ ഭാഗം, താഴെ വണ്ണം കൂടിയ ഭാഗം നോസിലിൻ്റെ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പയ്യെ ആദ്യം ഒരു ബഡ് ഉണ്ടാക്കുക. പിന്നെ ബഡ്ഡുമെന്ന് സാധാരണ എങ്ങനെയാണ് റോസിൻ്റെ പെറ്റൽസ് ഇരിക്കുന്ന പോലെ തന്നെ ആ പെറ്റൽസ് ചെയ്തെടുക്കുക. നമ്മുടെ ഒരു ചെറിയൊരു റാ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ചെറിയൊരു നമ്മൾ റാ ഷേപ്പിൽ പൈപ്പ് ചെയ്തെടുക്കും ഓരോ പെറ്റൽസ്. ഇത് ഞാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നുമല്ല, പക്ഷെ ഇത് പ്രാക്ടീസ് കൊണ്ട് നല്ല പെർഫെക്ഷനിൽ വരും കേട്ടോ. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യാം. ഞാൻ 1-2 ഫ്ലവേഴ്സ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഗനാഷ് മറ്റേ സാധാരണ ബട്ടർ ഐസിങ് പോലെ അത്ര ഈസി അല്ല ഗനാഷ് വെച്ച് ചെയ്യേണ്ടത്. കാരണം അറിയാലോ, ചോക്ലേറ്റ് പെട്ടെന്ന് കട്ടി പിടിക്കും. പിന്നെ നമ്മൾ ടെമ്പർ ചെയ്യുമ്പോൾ ലൂസാവും. പക്ഷേ 1-2 പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെർട്ടാവും.
ഞാനൊരു 3 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ പൈപ്പിംഗ് ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതാ ഇതൊരു ഫുൾ ബട്ടർ പേപ്പറാണ്. നമ്മൾ ഫുൾ ഷീറ്റ് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല, അതുപോലത്തെ ഫുൾ ഷീറ്റാട്ടോ ഇത്. എങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ഐസിങ് ബാഗ് ഉണ്ടാക്കണേ നോക്കാം. ഈ ബട്ടർ പേപ്പറിന് ആദ്യം തന്നെ ഇത് പകുതിയാക്കണം, മടക്കാം, കറക്റ്റ് പകുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ ഈ കോർണർ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അതെ, ഇപ്പൊ ഒരു കോണാകൃതിയിൽ കിട്ടിയില്ലേ. നീ ബാക്കിയുള്ള വശാണ്ട് കട്ട് ചെയ്ത് കളയാം. ജോയിന്റ് ആയിട്ടുള്ള ഈ സൈഡും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതേ ഒരു 4 വശവും ഒരേ അളവുള്ള ഒരു സ്ക്വയറിൽ കിട്ടിയേ. ഇനി ഇതിനെ ട്രയാങ്കിൾ ആക്കി കട്ട് ചെയ്യാം. നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഇത് 2 ബാഗാക്കാം. ഇങ്ങനെയല്ലേ ട്രയാങ്കിൾ ഇരിക്കണേ. ഈ ട്രയാങ്കിളിന്റെ മുകളിലത്തെ വശത്ത് നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ലെഫ്റ്റ് കോർണറിനെ ബി എന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ റൈറ്റ് കോർണറിനെ സി എന്ന് മാർക്ക് ചെയ്യാം. അപ്പം എ ബി സി. എന്നിട്ട് നമ്മൾ ഈ എ എന്നുള്ള മാർക്ക് ഉണ്ടല്ലോ, ബി എടുത്ത് എയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കുക. ഇതാ ബിയുടെ ഇതിങ്ങനെ ഇതാ കണ്ടല്ലോ, കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. ചുറ്റി ഇങ്ങനെ എടുത്തിട്ട് ബാക്ക് സൈഡ് നമ്മുടെ എ ഇവിടെ നിൽക്കണില്ലേ, എ ബി, ഇതാ എയുടെ ബാക്കിലേക്ക് കൊണ്ടുവരാം. ഇതാ ടൈറ്റ് ചെയ്ത്. അപ്പം ബി ആയി, എ ആയി. ഇതാ ഇത് സി എന്റെ ബാക്കിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതുണ്ട് കോണിൻ്റെ ഷേപ്പ്. ഇനി ഇതെല്ലാം കൂടി പിടിച്ചിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്യാം. ഇതാ ഇനി ആവശ്യത്തിന് ഇവിടെ നോസിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ കണ്ടല്ലോ, ഇതിപ്പം നമുക്ക് ഹോം മെയ്ഡ് ഐസിങ് ബാഗ്. ഐസിങ് ബാഗ് ഇതങ്ങനെ തേച്ച് കുറച്ചായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം നടക്കും കേട്ടോ. ഐസിങ് ബാഗ് വാങ്ങിച്ചില്ലെങ്കിലും ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ അടുത്ത ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള വശം, അതായത് ഇവിടെ നീളമുള്ള വശമുള്ള ഇത് രണ്ടും ഒരേപോലത്തെ രണ്ട് സൈഡും ഒന്ന് ഈ സൈഡ് വലുപ്പം കൂടിയതാണ്. അപ്പോൾ ഈ മുകൾ വശം എ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ബി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. തുടക്കക്കാർക്കാണ് കേട്ടോ, അല്ലാത്തവർക്ക് ഇത് അങ്ങനെ തന്നെ ചെയ്യാം. ഇതാ സി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബീനെ കൊണ്ടുവന്നിട്ട് എയിലേക്ക് വെക്കാം. ഓക്കെ, അവിടെ നമുക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാ എന്നിട്ട് ഇതിനെ ചുറ്റുക. ഇതിനെ ചുറ്റി ഇതിൻ്റെ ഇവിടെ താഴെ നോക്കണം, ടൈറ്റ് ചെയ്ത് ചുറ്റണം അവിടെ. എന്നിട്ട് നമ്മൾ ഈ എയിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരാം. ഇതാ ഇതുണ്ടല്ലോ. ഇപ്പം ബാക്കിൽ വരണം നല്ല ടൈറ്റായിട്ട് ചുറ്റണം കേട്ടോ, എന്നാലേ ആ കോർണർ നല്ല മൊനയായിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. നോക്കൂ, എ ബി സി വന്നിട്ട് ഇവിടെ താഴെ അങ്ങനെ നിൽക്കണം. അങ്ങനെ നിന്നിട്ട് ഇത് കൈവിടരുത്, വിടാണ്ട് തന്നെ നമ്മൾ ഏകദേശം ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതാ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഐസിങ് ബാഗ് ഉണ്ടാക്കാൻ എല്ലാവരും പഠിച്ചില്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു റൈറ്റിംഗ് പാറ്റേണും കൂടിയും കാണാം.
അപ്പം ചോക്ലേറ്റിൻ്റെ പൈപ്പിങ് ബട്ടർ പേപ്പറിൽ ഉണ്ടാക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് കട്ടി പിടിക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്കൊന്ന് മൈക്രോവേവിൽ വെച്ച് റീഹീറ്റ് ചെയ്യാനൊക്കെ എളുപ്പം. അതേസമയം പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗാണെങ്കിൽ നമുക്ക് അങ്ങനെ മൈക്രോവേവിൽ വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഗുണം കൂടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനൊരു ചെറിയൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ വർക്ക് ചെയ്യാൻ പോവാം. ഞാനൊരു പാത്രത്തിൽ ചുമ്മാ ഇച്ചിരി ബട്ടർ ഒന്ന് തേച്ചു. ഞാനൊരു ചെറിയൊരു ഷേപ്പ് ബട്ടർ പേപ്പർ തേച്ചു. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചാൽ മെൽറ്റ് ചെയ്തത്. അതൊരു ഫസ്റ്റ് ഞാൻ 20 സെക്കൻഡ്സ് ഹൈയിൽ വെക്കും. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും 10 സെക്കൻഡ്സ് വെക്കും. അങ്ങനെ ഒരു 40 സെക്കൻഡ്സ് മതി ഇത്ര മെൽട്ടായി കിട്ടാൻ. ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. കൊടുക്കാം ലെവലായി കിട്ടാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. ഇതാ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നുണ്ടല്ലോ. എന്നിട്ട് ആ തണുത്ത ഫ്രിഡ്ജിലിരുന്ന പാത്രമല്ലേ, തണുത്ത പാത്രം, ആ തണുത്ത പാത്രത്തിൻ്റെ പുറത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അത് മെൽട്ടാവില്ല. ഒരു കത്തി ഞാൻ ഇവിടെ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടേക്കുക. നമുക്കിത് ആ ഷേപ്പ് കുറച്ച് എക്സസ് ഒക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളയാം. ചൂടുവെള്ളത്തിൽ കുറച്ചേരം ഇട്ടിട്ട് ആ ചൂട് പോണിക്കുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ, അത് നമ്മൾ ഇതെടുത്തു. ഇതിൻ്റെ പുറത്ത് ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റി. വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ചോക്ലേറ്റ് വെച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, വീണ്ടും ഞാനൊരു ബട്ടർ പേപ്പറിലേക്ക് ഇത് വെച്ചു. ഈ തണുത്ത പാത്രം എപ്പോഴും താഴെ ഇരിക്കണം എന്നല്ലാണ്ട് ഫ്രിഡ്ജിലിരിക്കുന്ന പാത്രം. നമുക്ക് ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൊണ്ട് അത് മെൽറ്റ് ആവാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇതാ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് പേരെഴുതാനായിട്ട് കേട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അധികം ഹോട്ടും ആവരുത്, അധികം ഒട്ടും തീരെ കോൾഡും ആവരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിൽ നമുക്ക് എടുത്തിട്ട് പൈപ്പ് ചെയ്യാം. വളരെ കുറച്ച് മതി, നമുക്ക് ലെറ്റേഴ്സ് മാത്രമല്ലേ എഴുതണ്ടു. വളരെ കുറച്ചേ വേണ്ട. നമുക്കിത് കണ്ട് അറ്റത്തേക്ക് അങ്ങനെ ആക്കി കൊടുക്കാം. അരികത്തേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഇത് ബാക്കിൽ കേട്ടോ, ഇത് നമ്മുടെ ഫ്രണ്ടിലായിരിക്കണം. ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി. ഇനി നമുക്ക് അത് അറ്റം വരെയാണ് മടക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ തുമ്പത്ത് ചെറിയൊരു വളരെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നോക്കാം ഇത് മതിയാ നമ്മുടെ വണ്ണം എന്ന്. പോരാ, അപ്പം ഇച്ചിരി ഒന്നും കട്ട് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ആദ്യം തുടങ്ങി വലിയ കട്ടിട്ട് കൊടുക്കല്ലേ. കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ടേ ചോക്ലേറ്റ് പെട്ടെന്ന് കട്ടി പിടിച്ചു. ഇനി നമുക്കൊന്ന് മൈക്രോവേവിൽ വെച്ചൊരു 10 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മെൽറ്റായി കിട്ടും. ഈ ബട്ടർ പേപ്പർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് മൈക്രോവേവിൽ വെക്കാം. മറ്റേ പ്ലാസ്റ്റിക് ആണെങ്കിൽ വെക്കാൻ പറ്റില്ല. അതാ ഞാൻ എഴുതുമ്പോൾ നമ്മൾ ഈ കൈ നമ്മളിവിടെ പിടിക്കണം. ഈ കൈ പിടിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഈ മടക്ക് എപ്പോഴും നമ്മുടെ ബാക്ക് സൈഡിലായിരിക്കും. ചോക്ലേറ്റ് ഡെക്കറേഷൻ എപ്പോഴും ഇങ്ങനത്തെ ഇതെടുക്കുന്നത് നല്ലത്. കാരണം പ്രത്യേകിച്ചും ലെറ്റർ റൈറ്റിങ്ങിന് ഈ ബട്ടർ പേപ്പറാണ് നമുക്ക് മൈക്രോവേവിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ ചെയ്ത കേക്കിൻ്റെ ചെറിയൊരു ഡെക്കറേഷനാണ്. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമില്ല. ഇത് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഉറപ്പിച്ചെടുക്കുക. അതുപോലെ നമുക്ക് ലീഫിന്റെ നോസിലുണ്ടെങ്കിൽ ലീഫ് നോസിൽ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഈ ബട്ടർ പേപ്പർ തന്നെ ഇതുപോലെ വി ആകൃതിയിലുള്ള കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ആ ലീഫ് ഇടയ്ക്ക് വയ്ക്കുന്ന ലീഫും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ കേക്കിൽ വെച്ച് നമ്മൾ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂബെറി ചീസ് കേക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കാണുക. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.